നമസ്കാരം. നെതന്യാഹുവിൻ്റെ രാജിക്കായിട്ട് ഇസ്രയേലിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ തലസ്ഥാന നഗരിയിൽ ഉൾപ്പെടെ ജനങ്ങളുടെ പ്രതിഷേധവും മുറവിളിയും ഇപ്പോൾ ഉയരുകയാണ്. നാല് വശത്തു നിന്നും പ്രത്യാക്രമണങ്ങളും തിരിച്ചടികളും കിട്ടി ഇസ്രയേൽ ഇപ്പോൾ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം തന്നെ ഒരു വശത്ത് ഇസ്രയേലിൽ വിവിധ നഗരങ്ങളിൽ ജനങ്ങൾ തെരുവിലിറങ്ങി ഭരണകൂടത്തിനെതിരെ പ്രതിഷേധിക്കുന്നു, അല്ലെങ്കിൽ നെതന്യാഹുവിനെതിരെ പ്രതിഷേധിക്കുന്നു. ആഭ്യന്തര കലാപം അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്നു എന്നത് തന്നെയാണ്. മറുവശത്താകട്ടെ ഇസ്രയേലിൻ്റെ ആഭ്യന്തര സുരക്ഷ തകർക്കുന്ന വിധത്തിൽ തന്നെ ഇപ്പോൾ ഹമാസിൻ്റെയും അതോടൊപ്പം തന്നെ ഹിസ്ബുള്ളയുടെയും ഹൂതികളുടെയും ഒക്കെ തന്നെ ആക്രമണങ്ങൾ അതീവ ഗുരുതരമായി തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. റോക്കറ്റ് ആക്രമണങ്ങൾ, വ്യോമാക്രമണങ്ങൾ എല്ലാം തന്നെ ശക്തമാണ്. ഇതിനെല്ലാം ഇടയിൽ ഇസ്രായേൽ ഭരണകൂടവും അതോടൊപ്പം തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും എന്ത് ചെയ്യണമെന്നറിയാതെ ഇപ്പോൾ ചക്രശ്വാസം വലിക്കുകയാണ്. ഈ ഒരു യുദ്ധം തുടങ്ങുന്ന സമയം പ്രധാനമന്ത്രി നെതന്യാഹുവും അതോടൊപ്പം തന്നെ ഇസ്രായേൽ സൈന്യവും എത്രത്തോളം ആത്മവിശ്വാസത്തോടെയാണ് മുന്നോട്ട് പോയത് എന്ന് നമ്മൾ കണ്ടതാണ്. എത്ര ഹാപ്പിയായിട്ടായിരുന്നു മാധ്യമങ്ങളുടെ മുന്നിൽ പ്രധാനമന്ത്രി പ്രതികരിച്ചു കൊണ്ടിരുന്നത്. എപ്പോഴും മാധ്യമങ്ങളെ കാണുകയും അതോടൊപ്പം തന്നെ ഓരോ ദിവസത്തെയും കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകൾ മാധ്യമങ്ങളെ കണ്ട് അറിയിക്കുകയും അതോടൊപ്പം തന്നെ ഹമാസിനെ ഞങ്ങൾ അവസാനിപ്പിക്കുമെന്നും അതുപോലെ തന്നെ തുരങ്കങ്ങളിലെല്ലാം തന്നെ ഞങ്ങൾ അത് തകർത്ത് അതിനുള്ളിലേക്ക് കടൽ വെള്ളം ഒഴുക്കുമെന്നും മാത്രമല്ല അതിനകത്തേക്ക് യന്ത്രമനുഷ്യരെ, റോബോട്ടുകളെയൊക്കെ തന്നെ വിടുമെന്നും ഡ്രോണുകൾ വെച്ചുകൊണ്ട് അവിടെ ആക്രമണം നടത്തുമെന്നും ഒക്കെ തന്നെ പറയുകയും അതോടൊപ്പം തന്നെ ബന്ദികളെ എല്ലാം തന്നെ ഞങ്ങൾ ജീവനോടെ രാജ്യത്ത് തിരികെ എത്തിക്കുമെന്നും ലോകത്ത് ഹമാസ് എന്ന ഒരു സംവിധാനം തന്നെ ഇല്ലാതാകും, ഗാസ ഞങ്ങൾ പിടിച്ചെടുക്കുമെന്നതടക്കമുള്ള നിരവധി കാര്യങ്ങൾ അവരുടെ ആദ്യ യുദ്ധതന്ത്രത്തിൽ ഉണ്ടായിരുന്നു. വ്യോമാക്രമണം കഴിഞ്ഞ് കരയുദ്ധത്തിലേക്ക് കടന്നപ്പോഴാണ് ഹമാസിനെ തകർക്കാൻ പോയിട്ട് അവരെ തളർത്താൻ പോലും കഴിയുന്നില്ല എന്ന യാഥാർത്ഥ്യം ഇസ്രായേൽ ശരിക്കും തിരിച്ചറിയാനായിട്ട് തുടങ്ങിയത് തന്നെ. എന്നാൽ അതിനുശേഷം ഇതുവരെ ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട ഓരോ ഘട്ടങ്ങളിലും അതിഗുരുതരമായിട്ടുള്ള തിരിച്ചടികളായിരുന്നു അവർക്ക് നേരിടേണ്ടി വന്നിരുന്നത്. ഇസ്രായേലിൻ്റെ തലസ്ഥാന നഗരിയിൽ അതോടൊപ്പം തന്നെ ടെല്ലവീവ് ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളായിട്ടുള്ള പ്രദേശങ്ങളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ജനങ്ങളുടെ പ്രതിഷേധമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് 10-11 ദിവസത്തോളമായി. അതിൽ തന്നെ ടെല്ലവീവ് എന്ന് പറയുന്ന തലസ്ഥാന നഗരിയിൽ മാത്രമായിട്ട് ഏതാണ്ട് 5 ലക്ഷത്തോളം ആളുകൾ തെരുവിലിറങ്ങി ഭരണകൂടത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തുമ്പോൾ മറുവശത്താകട്ടെ സംഭവിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഹിസ്ബുള്ള അവർ നടത്തുന്ന ആക്രമണങ്ങൾ തന്നെയാണ്. അതിനിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില വാർത്താ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. പ്രധാനമായിട്ടും അൽ ജസീറ ഉൾപ്പെടെയുള്ള മിക്ക അന്താരാഷ്ട്ര മാധ്യമങ്ങളുമാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് തന്നെ ഇസ്രായേലിനെതിരെയുള്ള ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങളുടെ രീതി തന്നെ ഇപ്പോൾ അപ്പാടെ മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതായത് ഇത്രയും കാലം അവർ വടക്കൻ ഇസ്രായേലിന് സമീപമുള്ള ഇവരുടെ സൈനിക പോസ്റ്റുകളിലേക്കും അതോടൊപ്പം തന്നെ ആയുധപ്പുരകളിലേക്കുമൊക്കെ ആയിരുന്നു ഈ ഒരു ലക്ഷ്യം, യുദ്ധത്തിന് ലക്ഷ്യം വെച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അവർ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിലേക്ക് പോലും റോക്കറ്റുകൾ തൊടുത്തുവിടാൻ തുടങ്ങി എന്നുള്ളതാണ് മറ്റൊരു കാര്യം. വളരെ കൃത്യമായി തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ വടക്കൻ ഇസ്രായേലിലെ ക്യുരിയത്ത് ഷെമോന മുനിസിപ്പാലിറ്റിക്കുള്ളിലെ നഗര കേന്ദ്രങ്ങളിൽ ഹിസ്ബുള്ള നടത്തിയ റോക്കറ്റ് ആക്രമണത്തിലൂടെ തന്നെ വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അവിടെ നിരവധിയായിട്ടുള്ള വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. അതോടൊപ്പം തന്നെ കെട്ടിടങ്ങളൊക്കെ തന്നെ ഭാഗികമായിട്ട് പൂർണ്ണമായിട്ടുമൊക്കെ തന്നെ തകർന്നു വീഴുന്ന സാഹചര്യം ഉണ്ടായി. വാണിജ്യ വ്യവസായ ശാലകൾ, സൂപ്പർ മാർക്കറ്റുകൾ, കടകൾ, ചെറിയ ചില കെട്ടിട സമുച്ചയങ്ങളിൽ തന്നെ പലതും അതെല്ലാം തന്നെ ഭാഗികമായിട്ടും ചിലതൊക്കെ പൂർണ്ണമായിട്ടും നശിച്ച് നാമാവശേഷമായി എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വന്നത്. ഈ വാർത്താ റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വന്ന അതേ സമയം തന്നെയാണ് ഇസ്രായേലിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം, ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് നടുക്കുന്ന ഒരു പ്രതിഷേധം ഉണ്ടായ സമയമെന്ന് പറയുന്നത്. ഏകദേശം 5 ലക്ഷത്തോളം ജനങ്ങൾ ടെല്ലവീവ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിൽ അണിനിരന്നുകൊണ്ട് ഇസ്രായേൽ ഭരണകൂടത്തിനെതിരെയും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് ജനങ്ങൾ രംഗത്തെത്തിയത്. നെതന്യാഹുവിനെ സ്ഥാനഭ്രഷ്ടനാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അവിടെ അരങ്ങേറിയത്. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് അവിടെ ബന്ദികളായവരെല്ലാം തന്നെ കൊല്ലപ്പെടാനുള്ള സാധ്യതകളാണ് നിലനിൽക്കുന്നത്. മാത്രമല്ല സൈനികർ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇസ്രായേലിൻ്റെ സാമ്പത്തിക സ്ഥിതി തന്നെ ഇപ്പോൾ അതീവ ഗുരുതരമായി തന്നെ തകർന്നു വീണുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല സൈന്യത്തിന് വേണ്ട വിധത്തിലുള്ള ആയുധങ്ങൾ പോലും മറ്റു രാജ്യങ്ങൾ നൽകാത്ത അവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അങ്ങനെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇപ്പോൾ വലിയ രീതിയിലുള്ള നാണക്കേടാണ് ഇസ്രായേൽ ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസ്ഥയിലാണ് എന്ന് ഇപ്പോൾ അവിടുത്തെ ജനങ്ങൾ കൂടി തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ജനങ്ങൾ തെരുവിലിറങ്ങുന്ന അതേ സമയത്താണ് ഈ ജനകീയ പ്രതിഷേധത്തിൻ്റെ ആക്കം കൂട്ടുന്ന വിധത്തിൽ ഇനി ഇസ്രായേലിൽ ഞങ്ങൾക്ക് സമാധാനത്തോടുകൂടി സുരക്ഷിതമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കില്ല എന്ന ആശങ്കപ്പെടുത്തുന്ന വിധത്തിലുള്ള ആ ഒരു ബോധം ഇപ്പോൾ ജനങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത്. ഈ വിധത്തിൽ ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കുന്ന ഒരു ലക്ഷ്യം കൂടി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണങ്ങൾ പോലും ഇപ്പോൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവർ നടത്തുന്ന ഈ റോക്കറ്റ് ആക്രമണങ്ങളെ സംബന്ധിച്ച് അവയ്ക്ക് ഈ പറയുന്ന അയൺ ഡോമുകൾ, അതായത് സുരക്ഷാ സംവിധാനങ്ങളെ പോലും കണ്ണുപറ്റിക്കാനുള്ള ശേഷിയുണ്ട്.
അതുകൊണ്ടാണ് ഇസ്രായേലിൽ നഗരങ്ങളിലേക്ക്, പ്രധാന നഗരങ്ങളിലേക്ക് പോലും റോക്കറ്റുകൾ നുഴഞ്ഞു കയറുന്ന സാഹചര്യം ഉണ്ടാകുന്നതും അവിടെയുള്ള എല്ലാം തന്നെ നാമാവശേഷമാകുന്ന രീതിയിൽ വലിയ രീതിയിലുള്ള സ്ഫോടനങ്ങൾ പോലും നടക്കുന്നത്. ഈ കുര്യത്ത് ഷിമോന മുനിസിപ്പാലിറ്റിക്കുള്ളിലെ നഗര കേന്ദ്രങ്ങളിൽ പോലും റോക്കറ്റുകൾ വീഴുകയും അവിടെ സ്ഫോടനം നടക്കുകയും അതോടൊപ്പം തന്നെ വാഹനങ്ങൾ, കെട്ടിടങ്ങളൊക്കെ തന്നെ തകർന്ന് തരിപ്പണമാകുന്ന ഒരു സ്ഥിതിയാണ്. പക്ഷേ അവിടെ ആൾനാശം ഒന്നും തന്നെ കൂടുതലായിട്ട് സംഭവിക്കുന്നില്ല. അതിനുള്ള പ്രധാന കാരണം എന്തെന്ന് വെച്ചാൽ തന്നെ ഈ വടക്കൻ ഇസ്രായേലിലെ ഈ കുര്യത്ത് ഷിമോന മുനിസിപ്പാലിറ്റി ഉൾപ്പെടുന്ന പ്രധാന പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങൾ അവർ വലിയ രീതിയിൽ തന്നെ ഇപ്പോൾ പലായനം ചെയ്തിട്ടുണ്ട് എന്നതാണ്. അവിടുത്തെ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നുമൊക്കെ തന്നെ നേരത്തെ തന്നെ ഇസ്രായേൽ സൈന്യം ആളുകളെയൊക്കെ തന്നെ ഒഴിപ്പിച്ചിട്ടുണ്ട്. അവിടുത്തെ വീടുകളിൽ നിന്നൊക്കെ തന്നെ ഈ ആളുകളെ ഒഴിപ്പിച്ച് അവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക്, മറ്റ് റെഫ്യൂജി ക്യാമ്പുകളിലേക്ക് എല്ലാം തന്നെ മാറ്റിയിട്ടുണ്ട്. ആ ഘട്ടത്തിലാണ് ഈ നഗരങ്ങളിൽ ആക്രമണം നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവിടെ ആൾനാശം വലിയ രീതിയിൽ സംഭവിക്കാത്തത്, ആളുകൾ മരിക്കാതെ പോകുന്നത്. പക്ഷേ ഇസ്രായേലിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിരൂക്ഷമാണെന്ന് തന്നെ പറയാം. കാരണം ഈ യുദ്ധം നടക്കുന്ന ആദ്യ സമയത്തുണ്ടായിരുന്ന എല്ലാ ആത്മവിശ്വാസവും ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നതാണ്. കാരണം ഈ റിപ്പോർട്ടുകളിലൂടെ തന്നെ ഇസ്രായേലിൻ്റെ ദയനീയ അവസ്ഥ, ഭരണകൂടം നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ പ്രതിസന്ധികളുടെ എല്ലാം തന്നെ ആഴം നമുക്ക് കൃത്യമായി വ്യക്തമാകും. ഇതിനെല്ലാം പുറമെയാണ് ഇപ്പോൾ 5 ലക്ഷത്തോളം വരുന്ന ജനങ്ങൾ തെരുവിലിറങ്ങിക്കൊണ്ട് ആഭ്യന്തര കലാപവുമായിട്ട് രംഗത്തിറങ്ങുന്നത്. അതോടൊപ്പം തന്നെ മറുവശത്താണെങ്കിൽ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ശക്തമായിട്ടുള്ള രീതിയിലുള്ള വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയുമാണ്. അതിൽ തന്നെ അവർക്ക് ഇറാൻ പരിപൂർണ പിന്തുണ നൽകുന്നു. അതോടൊപ്പം തന്നെ നിലനിൽക്കുന്ന വലിയൊരു ഭീതി എന്ന് പറയുന്നത് തന്നെ നെതന്യാഹു അടക്കമുള്ള പ്രമുഖർക്ക് നേരിട്ട് ഇറാൻ്റെയോ അല്ലെങ്കിൽ ഹിസ്ബുള്ളയുടെ ഭാഗത്തുനിന്ന് ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് അമേരിക്കൻ ഇൻ്റലിജൻസിൻ്റെയും അതോടൊപ്പം തന്നെ ഇസ്രായേലിൻ്റെ തന്നെ ഇൻ്റലിജൻസിൻ്റെയും ഒക്കെ തന്നെ മുന്നറിയിപ്പ് അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ മുന്നറിയിപ്പുകളുടെ എല്ലാ സാഹചര്യത്തിൽ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിർണായകമായിട്ടുള്ള ചില സൈനിക യോഗങ്ങൾ പോലും എല്ലാം തന്നെ ഇപ്പോൾ ഉൾപ്പെടുത്തി നടത്തുന്നത് ബങ്കറുകളിലാണ് എന്നതാണ് ഇപ്പോൾ അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ. ആ ഒരു അവസ്ഥയിലേക്ക് പ്രധാനമന്ത്രി അടക്കമുള്ള ഉന്നതരുടെ സാഹചര്യങ്ങൾ തന്നെ ഇപ്പോൾ അവിടെ മാറിയിരിക്കുകയാണ്. അതേപോലെ തന്നെയാണ് ആയുധങ്ങൾ നൽകുന്നതിൽ പോലും പല രാജ്യങ്ങളും, പ്രത്യേകിച്ചും ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം തന്നെ നിരോധനം ഇപ്പോൾ ഏർപ്പെടുത്തുന്ന ഒരു അവസ്ഥയുണ്ടായിരിക്കുകയാണ്. ഈരിയാത്ത് തുറമുഖം അടക്കമുള്ള പ്രധാനപ്പെട്ട ഇസ്രായേലിൻ്റെ തുറമുഖങ്ങളിൽ വരുമാനം തന്നെ നിലച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അവിടെ ചരക്ക് ഗതാഗതം നടക്കുന്നില്ല, ചരക്ക് ഗതാഗതം സ്തംഭിച്ചിരിക്കുന്ന അവസ്ഥയാണ്. 60,000-ഓളം വരുന്ന വാണിജ്യ ചെറുകിട സ്ഥാപനങ്ങൾ, വ്യവസായ സ്ഥാപനങ്ങളെല്ലാം തന്നെ അടച്ചുപൂട്ടി എന്നുള്ള വാർത്തകളും അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പുറത്തുവിടുന്നുണ്ട്. അത് മാത്രമല്ല, ഹമാസിന്റെ നേതൃത്വത്തിൽ യഹിയ സിൻവാർ തലവനായതിനു ശേഷം ഗാസയിൽ ഇപ്പോൾ ഉടനീളം ശക്തമായിട്ടുള്ള പ്രത്യാക്രമണങ്ങൾ തന്നെ നടക്കുന്നുണ്ട്. അതിൽ തന്നെ ഇസ്രായേൽ സൈന്യത്തിന് വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് ഇപ്പോൾ ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ. അതുപോലെ തന്നെ ഇസ്രായേൽ സൈന്യത്തിനുള്ളിൽ പ്രതിസന്ധികളും വളരെയധികം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. സൈനികർ മാനസികമായിട്ടും അതോടൊപ്പം തന്നെ ശാരീരികമായിട്ടും തകരുന്ന ഒരവസ്ഥ. മാത്രമല്ല, യുദ്ധം ചെയ്യാൻ മടിക്കുന്ന സൈനികരെ, സ്വന്തം സൈനികരെ തന്നെ അവരെ പോലും ജയിലിലിടേണ്ടി വരുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഇസ്രായേൽ മാറിയിരിക്കുന്നത്. കാരണം അമേരിക്ക തുടക്കത്തിൽ കൊടുത്ത പിന്തുണയും ഇപ്പോൾ ഇസ്രായേലിന് അവർ നൽകുന്നില്ല. അമേരിക്ക ലക്ഷ്യം വെക്കുന്നത് തന്നെ എങ്ങനെയും ഒരു വെടിനിർത്തൽ കരാറിൽ മാത്രമാണ്. ഹമാസ് പറഞ്ഞതുപോലെ തന്നെ വെടിനിർത്തലിലേക്ക് ഇസ്രായേലിലെ ജനങ്ങൾ തന്നെ ഇപ്പോൾ പ്രതിഷേധത്തിൽ ആവർത്തിച്ച് പറയുമ്പോൾ പ്രധാനമന്ത്രി നെതന്യാഹുവിൻ്റെ രാജിക്ക് വേണ്ടിയിട്ടുള്ള മുറവിളി ഇപ്പോൾ ഉയരുകയാണ്. പ്രതിപക്ഷവും പ്രധാനമന്ത്രിക്കെതിരെ ശക്തമായിട്ടുള്ള രീതിയിൽ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. കാരണം ഭരണം താഴെ വീണാൽ, ഇപ്പോൾ അവിടെ ഒരു പുതിയ തെരഞ്ഞെടുപ്പ് നടന്നാൽ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നെതന്യാഹു ഉൾപ്പെടെയുള്ള നെതന്യാഹുവിൻ്റെ കൂട്ടുകക്ഷികൾ എല്ലാവരും തന്നെ കൂട്ടത്തോടെ ജയിലിൽ പോകേണ്ട ഒരു സാഹചര്യമുണ്ടാകും. അങ്ങനെ സകല മേഖലകളിലും തുടക്കത്തിലുണ്ടായിരുന്ന ഒരു ആത്മവിശ്വാസവും അതോടൊപ്പം തന്നെ ഉറപ്പും ചങ്കൂറ്റവും എല്ലാം തന്നെ നഷ്ടപ്പെട്ട് അന്താരാഷ്ട്ര സമൂഹത്തിൽ തന്നെ ഇപ്പോൾ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇസ്രായേൽ ഭരണകൂടത്തിന്. അത് മാത്രമല്ല, ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂക്ഷമായിട്ടുള്ള വിമർശനവും ഇസ്രായേലിൻ്റെ ഭാഗത്തേക്ക് ഉണ്ടാകുന്നുണ്ട്. നെതന്യാഹുവിനെ സംബന്ധിച്ച് അന്താരാഷ്ട്ര കോടതിക്ക് മുമ്പാകെ അറസ്റ്റ് ഭീതി പോലും ഉണ്ടാകുന്ന അവസ്ഥയാണ്. അങ്ങനെ നൂൽപ്പാലത്തിലൂടെ നടക്കുന്ന പോലുള്ള അതീവ ഗുരുതരമായിട്ടുള്ളൊരവസ്ഥയിലാണ് ഇപ്പോൾ ഇസ്രായേൽ ഭരണകൂടം. ഹൂതികൾ ചെങ്കടലിൽ ഉണ്ടാക്കുന്ന ആക്രമണത്തിലൂടെയും അതോടൊപ്പം തന്നെ കപ്പലുകൾ നശിപ്പിക്കുന്നതിലൂടെയും ഒക്കെ തന്നെ ഇസ്രായേലിൻ്റെ വ്യാവസായിക വാണിജ്യ മേഖല പോലും തകരുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ആദ്യം മുതൽ തന്നെ എല്ലാ പിന്തുണയും ആയുധങ്ങളും ഒക്കെ തന്നെ നൽകിയിരുന്ന അമേരിക്കയാകട്ടെ ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് കൊടുത്തിരുന്ന ആ പരിപൂർണമായിട്ടുള്ള പിന്തുണ എല്ലാ പിന്തുണയും പിൻവലിച്ചുകൊണ്ട് ഇപ്പോൾ വെടിനിർത്തലിലേക്ക് മാത്രം അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് ഗാസയിൽ ആക്രമണം നടത്താനായിട്ട് ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് ലഭിച്ചിരുന്ന ആ ഒരു ധാർമ്മിക പിന്തുണ പോലും ഇപ്പോൾ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ്. അതിനിടയിലാണ് സുരക്ഷാ സംവിധാനങ്ങളും ഭേദിച്ചുകൊണ്ട് ഇസ്രായേലിനുള്ളിലേക്ക് തന്നെ ഇപ്പോൾ ലക്ഷ്യം വെച്ചുകൊണ്ട് മിസൈലുകളും റോക്കറ്റ് ആക്രമണങ്ങളും മറ്റുമൊക്കെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അയൺ ഡോം സംവിധാനങ്ങൾ ഉൾപ്പെടെ എല്ലാം തന്നെ ഭേദിച്ചുകൊണ്ട് ഇസ്രായേൽ നഗരങ്ങൾക്കുള്ളിലേക്ക് പോലും ആക്രമണങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.
ഇത് അതീവ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇസ്രായേൽ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ഒരു യുദ്ധമുഖം അത് കൂടുതൽ മേഖലകളിലേക്കും വ്യാപിക്കുന്നതിനൊപ്പം തന്നെ പലയിടങ്ങളിൽ നിന്നും പുതിയ പുതിയ ആക്രമണങ്ങൾ പോലും ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് നേരിടേണ്ടി വരുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള ഒരു തെളിവാണ് ഇപ്പോൾ ജോർദാൻ ഇസ്രായേൽ അതിർത്തിയിൽ ഉണ്ടായിരിക്കുന്ന മറ്റൊരു ഞെട്ടിക്കുന്ന ആക്രമണവും. ഈ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത് ഒരൊറ്റ വ്യക്തിയാണ് എന്നതാണ് ഞെട്ടിക്കുന്ന ഒരു കാര്യം. ഇയാൾ അതിർത്തിയിൽ നിന്ന് ഒരു ട്രക്ക് ഇസ്രായേൽ അതിർത്തിയിലേക്ക് ഓടിച്ചു കയറ്റുകയും ആ ട്രക്കിൽ നിന്ന് ചാടി ഇറങ്ങി തൻ്റെ കയ്യിലുണ്ടായിരുന്ന തോക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ തന്നെ 3 സേനാ അംഗങ്ങളെ, അതായത് അതിർത്തിയിൽ നിൽക്കുന്ന 3 സേനാംഗങ്ങളെ വെടിയുതിർത്ത് വധിക്കുകയായിരുന്നു. ഇയാളെ ഉടൻ തന്നെ ഇസ്രായേൽ സൈന്യം വെടിവെച്ച് കൊന്നെങ്കിലും എങ്ങനെയാണ് ഇയാൾ അവിടെ എത്തിയതെന്നും എന്താണ് ഇയാളുടെ ലക്ഷ്യം അല്ലെങ്കിൽ ആ ഒരു മോട്ടീവ്, ഇങ്ങനൊരു സ്ഫോടനം നടത്താനായിട്ട് അല്ലെങ്കിൽ ഇങ്ങനൊരു ആക്രമണം നടത്താനായിട്ട് ഒരു മോട്ടീവ് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഇസ്രായേലിന് യാതൊരു വിവരവും ലഭ്യമായിട്ടില്ല. അത് മാത്രമല്ല ഇസ്രായേലിനെ സംബന്ധിച്ച് നൽകുന്നത് തന്നെ വലിയ ഭീഷണിയും ഭീതിയും ആശങ്കയും തന്നെയാണ് ഈ ഒരു ആക്രമണം. കാരണം ഏതാണ്ട് ഒരു മാസം മുൻപാണ് ഇത്തരത്തിൽ ഇസ്രായേലിലെ ടെല്ലവീവ് നഗരത്തിനുള്ളിലെ ഒരു ജൂതപ്പള്ളിക്ക് സമീപം ഒരു ചാവേർ പൊട്ടിത്തെറിച്ചത്. ഇസ്രായേലിന്റെ തന്നെ തലസ്ഥാന നഗരിക്കുള്ളിൽ തന്നെ നടന്ന ഈ ഒരു ചാവേർ സ്ഫോടനത്തെക്കുറിച്ച് ആദ്യമൊന്നും തന്നെ ഇസ്രായേലിന് ഒരു സൂചനയും ലഭ്യമായിരുന്നില്ല. എന്നാൽ പിന്നീട് ഹമാസ് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തപ്പോഴാണ് അതൊരു ചാവേർ ആക്രമണമായിരുന്നുവെന്നും ഇത്തരം നിരവധി ആക്രമണങ്ങൾ ഇസ്രായേലിനുള്ളിൽ നടത്താനായിട്ട് അവർ പദ്ധതിയിടുന്നുണ്ടെന്നും ഹമാസ് തന്നെ വ്യക്തമാക്കിയത്. എന്നാൽ അതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ ഇതാ ജോർദാൻ അതിർത്തിയിൽ ഇത്തരത്തിൽ വീണ്ടും ഒരു ആക്രമണം, അതും ഒരൊറ്റ വ്യക്തി തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ ഈ രീതിയിലാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇസ്രായേലിന്റെ മുൻ സൈനിക ജനറൽ പറഞ്ഞതുപോലെ തന്നെ ഇസ്രായേൽ ഇവിടെ ജയിക്കുകയല്ല തോൽക്കുകയാണ് എന്ന് ലോകം ഇനി പറയേണ്ടതായിട്ട് വരും. കാരണം സൈനിക കമാൻഡർ തന്നെ പറഞ്ഞത് ഇങ്ങനെയാണ്, ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഗാസ ഹമാസ് പിടിച്ചെടുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഹമാസിന്റെ സൈനിക ശക്തി വലിയ തോതിൽ തന്നെ വർദ്ധിച്ചിട്ടുണ്ട്. യഹ്യ സിൻവാർ തലവനായതിനു ശേഷം ഹമാസിലേക്ക് കൂടുതൽ ഫലസ്തീനികൾ പോലും ആകർഷകരായിക്കൊണ്ട് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അവരങ്ങനെ ഒരേ സമയം തന്നെ പലയിടങ്ങളിൽ ഇസ്രായേൽ സൈന്യത്തിന് നേരെ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ വിധത്തിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ഹമാസിനെ സംബന്ധിച്ച് ഗാസ പിടിച്ചെടുക്കുന്നതിന് ഇനി അധിക സമയം വേണ്ടിവരില്ല. അതായത് ഇസ്രായേൽ തോറ്റതായിട്ട് ലോകം പ്രഖ്യാപിക്കുമെന്നാണ് ഇസ്രായേലിന്റെ മുൻ സൈനിക ജനറൽ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കാരണം ജനിൻ മേഖലയൊക്കെ തന്നെ നമുക്കറിയാം, ജനിൻ മേഖല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കടന്നു കയറാൻ പോയി തിരിച്ചടി രൂക്ഷമായപ്പോൾ ഇസ്രായേൽ സൈന്യത്തിന് അവിടെ നിന്ന് പിൻവാങ്ങേണ്ടി വന്നതാണ്. ഇപ്പോൾ ഈ ഹിസ്ബുള്ള നടത്തുന്ന പ്രശ്നങ്ങൾ എന്നത് തന്നെ ഇസ്രായേലിൻ്റെ ഉള്ളിലെ ആഭ്യന്തര കുഴപ്പങ്ങളൊക്കെ തന്നെ വർദ്ധിപ്പിക്കുക, മാത്രമല്ല ജനങ്ങളെ പരിഭ്രാന്തരാക്കുക, അവരെ സർക്കാരിനെതിരെ കൂടുതൽ ശക്തമായിട്ടുള്ള രീതിയിൽ രംഗത്ത് വരുത്തുക, അങ്ങനെ ഏതൊക്കെ രീതിയിൽ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടത്താൻ സാധിക്കുമോ അതെല്ലാം തന്നെയാണ് ഇപ്പോൾ ഹമാസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല അത് ശക്തമായി അവർ ഇപ്പോൾ മുന്നോട്ട് പോവുകയുമാണ്. അത് വിജയിക്കുന്നുവെന്ന സൂചനയാണ് ഇപ്പോൾ ഇവിടെ ഈ ലക്ഷക്കണക്കിന് ആളുകൾ, അതും 5 ലക്ഷത്തിന് മുകളിൽ വരുന്ന ആളുകൾ തെരുവിലിറങ്ങി നെതന്യാഹുവിനെതിരെ പ്രതിഷേധം ഉയർത്തുമ്പോൾ, നെതന്യാഹുവിൻ്റെ രാജിക്കായിട്ട് പ്രതിഷേധം ഉയർത്തുമ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഇസ്രായേലിന്റെ അവസ്ഥ അതീവ ഗുരുതരം തന്നെയാണ്. വല്ലാത്തൊരു അവസ്ഥയിലൂടെ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ കടന്നു പോകുന്നത്. എല്ലാ ദിവസവും വാർത്തകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.